സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ കൈരളി കലാസമിതി പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ കൈരളി കലാസമിതി പുരസ്കാരം. തപസ്വിനി അമ്മ, അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകം രചിച്ചത് എം.കെ. സാനു. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. EOS 09 അല്ലെങ്കിൽ EOS 9 വിക്ഷേപിച്ച റോക്കറ്റ് PSLV C61. ഈ 9നെ പിടിച്ച് തിരിച്ചിട്ടാൽ നമുക്ക് 6 കിട്ടും. അപ്പോൾ 61. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും വരുമാന അവസരങ്ങളിലൂടെയുള്ള മുന്നേറ്റത്തിനും ഗിഗ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമായ സീത ആപ്പ് പുറത്തിറക്കിയത് തെലുങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാർഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ചത് ഉത്തർപ്രദേശ്. ആളോഹരി വരുമാനത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 141. ലോകരാജ്യങ്ങൾക്കിടയിൽ ആളോഹരി വരുമാനത്തിൽ സ്ഥാനം 141. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ചെനാബ് പാലത്തിന്റെ നിർമ്മാണത്തിൽ ഭാഗമായ വനിതാ എഞ്ചിനീയർ മാധവി ലത. ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ കാച്ചഗുഡ, തെലുങ്കാനയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി K-വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം ചൈന. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ളത് കൊല്ലം. ഈ ആത്മഹത്യ പറയുമ്പോൾ സ്വയം കൊല്ലുന്നതിന് തുല്യമുള്ളൂ. അപ്പോൾ കൊല്ലം. മുഖ്യമന്ത്രി വിശ്വകർമ്മ സമ്മാൻ യോജന പദ്ധതി ആരംഭിച്ചത് ഹരിയാന. ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതി സൂതികാ മിത്രം ആയുർവേദ അടിസ്ഥാനത്തിലുള്ളതാണ്. ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പമ്പാ മണൽപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടന്നത് 2025 സെപ്റ്റംബർ 20. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. പുതിയതാണോ? ഡിസൈൻ ചെയ്തതൊക്കെ പുതിയതായിരിക്കും. 2021 ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ പുറത്തിറക്കിയ ഇന്ത്യൻ നിർമ്മിത മെസ്സേജിംഗ് കോളിംഗ് ആപ്പാണ് ആറാട്ടെ. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കിട്ടിയതിന്റെ ദിനാചരണ ഭാഗമായി 2025 കോഴിക്കോട് കോർപ്പറേഷന്റെ സാഹിത്യ നഗര പുരസ്കാരത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ്. 2025 കോപ്പ വനിതാ കിരീടം നേടിയത് ബ്രസീൽ. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ സോമനാഥ്. 2024 സമുദ്ര ലഭ്യതയിൽ കേരളത്തിന്റെ സ്ഥാനം 3. സമുദ്രം പറയുമ്പോൾ 3 അക്ഷരങ്ങളുടെ അപ്പം 3. കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക കാർബൺ സന്തുലിത ഭവനം മേടപ്പുറത്ത് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ മേടപ്പുറത്ത് വീട്, അവിടെ എന്താണ് കാർബൺ സന്തുലിതമായിരിക്കും എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അടുത്തത് ദേശീയ കൈത്തറി ദിനം August 7. ദേശീയ ജാവലിൻ ദിനവും August 7 കൈ കൊണ്ടാണ് നമ്മൾ ജാവലിനൊക്കെ എറിയണത്. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെക്കുക. August 7 കൈത്തറി ദിനം, ജാവലിൻ ദിനം August 7. നിലവിലെ റിപ്പോ നിരക്ക്, അതായത് നമ്മൾ ജാവലിൻ കൈ കൊണ്ട് എറിയുമ്പോൾ 8ന്റെ പണി കിട്ടുമല്ലോ. അപ്പൊ 8ാം മാസം പറയുമ്പോൾ August ആണ്. ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ 7 കേട്ടോ. അപ്പൊ 8. നിലവിലെ റിപ്പോ നിരക്ക് 5.5%. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ M.S. സ്വാമിനാഥൻ ജന്മശതാബ്ദി കോൺഫറൻസ് വേദി ന്യൂഡൽഹിയാണ്. ജന്മശതാബ്ദി കോൺഫറൻസ് വേദി ന്യൂഡൽഹിയാണ്. കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും ചുമതലയുള്ള ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റത് പീയൂഷ് ജെയിനാണ്. അടുത്തത് 2025 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദി ബലേമാണ്. ടൈഫൂൺ കോമൈ ബാധിച്ച രാജ്യം ചൈന. കുനോ ദേശീയോദ്യാനത്തിൽ ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ മുതിർന്ന ചീറ്റയായി മാറിയത് മുഗി. കുനോ മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ മുതിർന്ന ചീറ്റയായി മാറിയത് മുഗി.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. ഇതിനു മുൻപ് വരെ പൂനം ഗുപ്തയായിരുന്നു. ഇപ്പൊ നിലവില് ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. അപ്പൊ 2025 മുതൽ ഏത് ചോദ്യം കണ്ടാലും പൂനം ഗുപ്തയല്ല എഴുതേണ്ടത്, ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. റിസർവ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമു, ഗിരീഷ് ആണ്. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് PV നരസിംഹറാവു. 1 രൂപ നോട്ടുകളിൽ ഒപ്പുവയ്ക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന കൃതി രചിച്ചത് JM കെയ്ൻസ്. ഇൻട്രസ്റ്റ് പറയുമ്പോൾ നാണയങ്ങൾ, കോയിനുകൾ കൊണ്ടുള്ള പരിപാടിയാണല്ലോ അല്ലെ. അപ്പൊ കോയിന് പറയുമ്പോൾ കെയ്ൻസ്, JM കെയ്ൻസ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് TK മാധവൻ. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് TK മാധവൻ. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് ഡോക്ടർ പൽപ്പു. മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത AV കുട്ടിമാളു അമ്മ. വേലുത്തമ്പി ദളവിയുടെ ജനന സ്ഥലം തലക്കുളം. വേലൊക്കെ വെക്കുന്ന തലയിലാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ദൈവദശകന്മാരുടെ കൃതി ശ്രീനാരായണ ഗുരു. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ച് എഴുതിയ കൃതി നവമഞ്ജരി. ശ്രീനാരായണ ഗുരുവാണ് ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ച് എഴുതിയത് നവമഞ്ജരി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.